ഒരു തെമ്മാടി ഭരണാധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയും ഇസ്രായേലും പല രീതിയിൽ ലോകത്തിന് മുമ്പാകെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ തെമ്മാടിത്തമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ അവർ കാണിക്കുമ്പോൾ ഇവിടെ പലരും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഖൊമേനിയുടെ മാത്രം കുഴപ്പങ്ങളെക്കുറിച്ചാണ്. ഖൊമേനി മാത്രമാണ് കുഴപ്പക്കാരൻ, ഇവരൊക്കെ വളരെ ശുദ്ധരായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ള വ്യാഖ്യാനം കൊടുക്കുന്നത് തെറ്റാണ്, അല്ലേ? അമേരിക്ക ഇസ് എ റോ കൺട്രി എന്നാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂണിലാറ്ററൽ മിലിറ്ററി പവർ. ഏകപക്ഷീയമായി അമേരിക്കയുടെ സായുധ ശക്തിയാണ് അമേരിക്ക ഒരു റോ രാഷ്ട്രമായി നമ്മൾ കാണാൻ കാരണം. ഇനി റഷ്യയുടെ തകർച്ചയോടുകൂടി അമേരിക്കയുടെ മേധാവിത്വം അമേരിക്ക ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എത്തിക്കുകയും ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ്. പണ്ടൊരു സെംബ്ലൻസ് ഓഫ് ലോകത്തൊരു സമാധാനം നിലനിർത്താൻ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാന് അവിടുത്തെ യുദ്ധം തുടങ്ങിയിട്ട്, ഇറാൻ ഇസ്രായേൽ പ്രശ്നം തുടങ്ങിയിട്ട് യുണൈറ്റഡ് നേഷൻസിന് എന്തെങ്കിലും റോളുണ്ടോ? ഏറ്റവും വലിയ സംഘടനയായിരുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തി നിൽക്കുന്നത്? ആരാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്? നമുക്കൊരു പ്രശ്നം വന്നാൽ ഏത് രാജ്യത്തോട് നമ്മൾ പരാതി പറയും? ആലോചിക്ക്. നമ്മൾ ഒറ്റപ്പെടും, പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. കാരണം ഇന്ത്യ മതപരമായി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഹിന്ദുമതം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഓർക്കേണ്ട ഒരു പോയിന്റാണ്. ഹിന്ദുമതം ഇവിടെ മാത്രമേ ഉള്ളൂ. മതപരമായി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒരു ഹൈന്ദവ രാഷ്ട്രം വന്ന് നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. എല്ലാം ഈ മതത്തിൻ്റെ പേരിലേക്ക് തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ്. പക്ഷെ എല്ലാവരും മറന്നു പോകുന്നുണ്ട്, 150 കോടി ഹൈന്ദവരുണ്ട്. ബാക്കി അത്ര ഇല്ലാത്ത വേറെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് പറഞ്ഞാൽ, എന്തിനാണ് ഇറാൻ അല്ലെങ്കിൽ ഇവർ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങുന്നത്? പല കാരണങ്ങളുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയ യുദ്ധമല്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ പണ്ട് യോം കിപ്പൂർ യുദ്ധം, അന്ന് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനോൻ, ഈ പറയുന്ന ഇറാഖ്, ഇറാൻ എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നു ചേർന്ന് ആരെ വളഞ്ഞിട്ട് ആക്രമിച്ചു? ഇസ്രായേലിനെ ആക്രമിച്ചു. അന്നും ജയിച്ചത്, അന്നും അമേരിക്ക മാത്രമേ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അന്നും ജയിച്ചത് ഇസ്രായേലാണ്. ആ കൂട്ടത്തിലാണ് വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് ധാരാളം സ്ഥലങ്ങളും ഇവർ പിടിച്ചടക്കി, അത് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ യുദ്ധം കൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാമെന്നുള്ള മോഹം തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അത് പക്ഷേ ഇറാൻ പോലുള്ളൊരു രാജ്യം ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായി. 7 വർഷം നീണ്ടുന്ന യുദ്ധം. ആരും എത്തിയില്ല. എന്താ പറ്റി? അവസാനം ഇപ്പോൾ ഇറാഖ് അവിടെ ഉണ്ട്. അറബ് ലോകത്തെ ഏറ്റവും കരുത്തനായ ഭരണാധികാരിയായിരുന്ന ആരായിരുന്നറിയാമോ? സദ്ദാം ഹുസൈൻ. അദ്ദേഹം ഇന്ന് എവിടെ ഉണ്ട്? എന്നിട്ട് ഇപ്പോഴും പറയുകയാണ്, ഞങ്ങൾ നാളെ പോയി അമേരിക്കയെ അടിച്ചു തീർക്കും, അല്ലെങ്കിൽ ഇസ്രായേലിനെ അടിച്ചു തീർക്കും, ഇസ്രായേലിനെ ഒന്നും അല്ലാതാക്കും, അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് ഇവർ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകും. അതാണ് ഈ തെമ്മാടിത്തരം എന്നാണോ? ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകുന്നതിനെ തെമ്മാടിത്തരം എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന്. എല്ലാവരും തെമ്മാടികളാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഗാന്ധി ഒഴിച്ച് എല്ലാവരും സെക്കൻഡ് വേൾഡ് വാറിന് അനുകൂലിച്ചവർ, ആയുധം ഉണ്ടാക്കാൻ മത്സരിച്ചവരാണ്. അവരെല്ലാം തെമ്മാടികളാണ്. ന്യായബലം കൊണ്ട് യുക്തിയും റീസണിങ്ങും നോക്കാതെ ന്യായമായൊരു സംവാദത്തിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറില്ലാതെ ബഹളം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി കാര്യം നേടാൻ നോക്കുന്ന എല്ലാ രാജ്യങ്ങളും തെമ്മാടി രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണ്. നമ്മളെ പറയും, പക്ഷേ പാകിസ്ഥാൻ നമ്മളെപ്പറ്റി പറയുന്നത് തന്നെയായിരിക്കും. ഇന്ത്യ തെമ്മാടി രാജ്യം എന്ന് പറയും. അപ്പോൾ ഈ തെമ്മാടിയാണോ ഇല്ലയോ എന്നുള്ള ക്ലാസിഫൈ ചെയ്യാനുള്ള അവകാശമുള്ള ഏത് രാജ്യത്തിനാണ് പ്രയോജനം? ഡൊണാൾഡ് ട്രംപിനെ തെമ്മാടി എന്ന് വിളിക്കാൻ അർഹതയുള്ള ഒരു ഭരണാധികാരിയുടെ പേര് പറയും. പിണറായി വിജയൻ. അല്ല, അദ്ദേഹം വിളിക്കും വേണമെങ്കിൽ, ഒരു സംശയം വേണ്ട, അദ്ദേഹം വിളിക്കും. ആരെങ്കിലും ബ്രിട്ടാസ് എഴുതി കൊടുത്താൽ മതി ട്രംപിനെ തെമ്മാടി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വിളിക്കും. കാരണം അങ്ങനെ ചിന്തിക്കില്ല, എന്നെ എഴുതി തന്നിരിക്കും, പേപ്പർ എഴുതി വായിക്കാൻ മാത്രമേ ഉള്ളിൽ പോയിട്ടുള്ളൂ. അല്ല, അങ്ങനത്തെ ഭരണാധികാരികൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഇവിടെ വന്നിരിക്കുന്നത് അമേരിക്കയുടെ ശക്തി എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ നടക്കുകയില്ല. ഇനി രണ്ടാമത് പ്രാദേശികമായ കാരണങ്ങളുണ്ട്. ഇസ്രായേലിൽ ബോംബിടാൻ അവർക്ക് പറ്റിയില്ല. അല്ല, ഞാൻ ആദ്യം താങ്കളുടെ അടുത്ത് ചോദിച്ചത് ഇസ്രായേലും അമേരിക്കയും
ചെയ്യുന്ന പല നടപടികളും തെമ്മാടിത്തരമാണ്. അങ്ങനെ തെമ്മാടിത്തരമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഖൊമേനിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഖൊമേനിയുടെ മാത്രം കുറ്റങ്ങളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഖൊമേനി മാത്രമാണ് വൃത്തികെട്ടവൻ എന്ന് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അയാൾ സൗകര്യം കിട്ടി നീ പുറത്തിറങ്ങാൻ നിന്നെ കുത്തിക്കയറുന്ന എൻ്റെ മക്കളെ കൊല്ലുമെന്ന് പറയാം. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. ഈ രാജ്യങ്ങൾ എന്നാ ചെയ്യേണ്ട? അങ്ങനെ കൊല്ലാൻ നോക്കിയിരിക്കുന്ന ഒരുത്തന്നെ മുമ്പിലേക്ക് വെറുതെ നടന്നു പോകും. എൻ്റെ കൈപ്പത്തി ഒട്ടി മാറ്റും. അത് ഗാന്ധി തന്നെയല്ല, ഇവിടെ എല്ലാവരും തെമാടികളാണ്. ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവരും ഒരു തെമാടികളാണ്. ഇവരെന്നാ ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ ജനങ്ങളെ എത്ര പേരെ കൊല്ലും? മന്ത്രിമാരൊന്നും അല്ലല്ലോ ഇത്, സാധാരണക്കാരല്ലേ മരിക്കുന്നത്. ആരും ഉത്തരം പറയും? പിഞ്ചു കുഞ്ഞുങ്ങളാണ്. രണ്ട് വശത്തും മരിക്കുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഇതേപോലെ സിവിലിയൻസിന് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അമേരിക്ക ഇവിടെ ബോംബിടുമ്പം ഇപ്പോൾ ഹമാസിൽ നമ്മൾ കണ്ടു, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ്, മനുഷ്യരാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്ന പേഷ്യൻസ് ആണ്, സ്കൂളുകളാണ് തകർത്തത്, കുടിവെള്ളം മുട്ടിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നരാധമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ലോകത്തിന് മുമ്പാകെ കാഴ്ചവെക്കുകയാണ്, അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇറാൻ ബോംബിട്ടിട്ട് അധികം പേര് ചാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കും, ഭയങ്കര പൊട്ടിച്ചിരിക്കും. അതിൻ്റെ കാരണം ഇറാൻ്റെ ബോംബ്, അത് ഇറാൻ്റെ ആയുധത്തിൻ്റെ ശക്തി അത്രയേ ഉള്ളൂ. ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് വാഷിങ്ടണിലും ന്യൂയോർക്കിലും ബെയ്ജിങ്ങിലും മോസ്കോയിലും വരെ ചെല്ലാൻ, ലണ്ടനിലും വരെ ചെല്ലാൻ പറ്റുന്ന മിസൈൽ ശേഖരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ലോകത്ത് ആരെയും പേടിക്കരുതെന്ന് പറയും. ഇപ്പം ഈ ഖത്തറിനപ്പുറത്തേക്ക് ഈ മിസൈൽ നീളുന്നില്ല. ഇസ്രായേലിലേക്ക് ചെല്ലുന്നതിൽ അവിടെ വെച്ച് തന്നെ തീർക്കുക. അവിടെ അമേരിക്ക ചെല്ലാൻ ഒറ്റ മിസൈൽ വിടാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. ഒരു സിംഗിൾ മുട്ടുസൂചിയെങ്കിലും കൊണ്ടുപോയി ഒരുത്തിനെ കുത്താൻ പറ്റിയിട്ടുണ്ട് അമേരിക്കയിൽ. ഒരു മുട്ടുസൂചി പ്രയോഗം പോലും നടത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇവർ പറയുന്നത് തന്നെ ഞങ്ങൾ അമേരിക്ക ബോംബിടാനുള്ള ശക്തി ഞങ്ങൾ ആർജിച്ചു. ഉത്തര കൊറിയ ഒരുത്തം പറഞ്ഞുറപ്പുണ്ട്. അത് അവൻ്റെ അങ്ങ് ചെല്ലില്ല, അതിന് മുന്നേ വെടിവെച്ച് തീർക്കും. ഇവിടെ കപ്പൽ വന്ന് കണ്ടല്ലോ. അമേരിക്കയുടെ ഈ ഏകാധിപത്യം, ഈ ലോക പോലീസ് ചമയുന്ന ഈ നടപടിയെ അടിച്ചമർത്തുക തന്നെ വേണ്ടേ? ആര്? പൂച്ചക്കാരും മണി. എങ്ങനെ? ഇന്ത്യ തന്നെ അമേരിക്ക അടിച്ചമർത്തിയിരിക്കുന്നത് പറയാമോ? ചൈനയുണ്ട്. ചൈന എന്നോട് പറഞ്ഞു. ചൈനയുണ്ട്. ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. ചൈന അമേരിക്കയായിട്ട് എവിടെയെങ്കിലും സായുധ സംഘടന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ എല്ലാത്തും ചൈന ഇപ്പം സഹായിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്നല്ലേ? ഗൾഫിൻ്റെ അമേരിക്ക അടിക്കണമെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ വിചാരിക്കും? ഇസ്രായേലും ഇന്ത്യയും വിചാരിച്ചാൽ മതി. ഇസ്രായേലും ഇന്ത്യയും വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ വേണമെങ്കിൽ അടിക്കാം. ട്രംപിനെ ഇല്ലാതാക്കാം. അവൻ്റെ കയ്യിൽ ഇപ്പം എന്നാ ട്രംപിനെ ഇല്ലാതാക്കാം. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമുക്ക് മാൻ പവറുണ്ട്. അതിൽ 15 വർഷം 20 വർഷം മിലിറ്ററി സർവീസ് കഴിഞ്ഞ് VRS എടുത്ത് നടക്കുന്ന ലക്ഷങ്ങളുണ്ട് ഇന്ത്യയിൽ. അവരൊന്ന് ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. പാരാ ഫോഴ്സ് ഉണ്ടാവും. അതിനുള്ള സജഷൻ കൂടെ വന്നതാണ്. അത് ആരുമായിട്ട് സഹകരിക്കാനോ വന്ന ഇറാനുമായിട്ട് സഹകരിക്കാനോ. ഇറാൻ ഇവിടുന്ന് മാൻ പവർ റിക്രൂട്ട് ചെയ്യണം ആഭ്യന്തര വകുപ്പിൽ. ട്രംപ് തെമ്മാടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ എന്തായിരുന്നു അങ്ങേരുടെ നിലപാട്? അങ്ങനെ വന്നിട്ട് ഓരോരോ നോബൽ പ്രൈസ് അടിച്ച് കിട്ടാനായിട്ടുള്ള പരിപാടി നടത്തി ഇന്ത്യക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി നരേന്ദ്രമോദി. അതിനും വലിയ നാണക്കേടില്ല. നീ നാളെ തൊട്ട് പോയി മറ്റേ കടയിൽ സാധനം 30 ലിറ്റർ മണ്ണെണ്ണ മേടിച്ചിട്ട് വരാം. വിലക്കാരനോട് പറയുന്ന പോലെ ഇന്ത്യയോട് പറഞ്ഞിരിക്കുക, റഷ്യയിൽ നിങ്ങൾ മണ്ണെണ്ണ മേടിച്ചു. അത് കേട്ടുകൊണ്ട് നമ്മളിരിക്കില്ലേ? അതൊരു ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാസത്തേക്ക് നിങ്ങളെ മണ്ണെണ്ണ മേടിക്കാൻ അനുഭവിച്ചിരിക്കുന്നു. ഇവരാരാ? അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക നമ്മൾ എതിർക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്ന അത് നിലനിർത്താനുള്ള ഒരു രാജ്യമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ മറ്റ് പല ഘടകങ്ങളും കുഴപ്പങ്ങളും ഒക്കെ വിസ്മരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അധികം പറയാത്തത്. അതുകൊണ്ടാണ് ജനാധിപത്യം. പിന്നെ മതപരമായ ചൂഷണമില്ല, കാര്യമായിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക നിക്സൺ അവരെ ഇംപീച്ച് ചെയ്ത ഗവൺമെൻറ് ഭരണകൂടമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കുറ്റവിചാരണ പിന്നീടും പ്രമേയങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാജ്യമുണ്ട്? എത്ര നേതാക്കന്മാരെ രാത്രി അറിയാതെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അല്ലാതെ ഒരു നിയമവ്യവസ്ഥയിൽ ശിക്ഷിക്കപ്പെട്ട രാജാക്കന്മാരുണ്ടോ? ഭരണാധികാരികളുണ്ടോ? എങ്ങുമില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ കൊല്ലും, പാതിരാത്രിക്ക് പോയി കൊല്ലും. ഇത്രയേ ഉള്ളൂ, ആരും കാണാതെ. ഇപ്പോൾ ഇയാളെ കൊന്ന 10:30 പകൽ 10:30 യുദ്ധം. എന്തിനാ പകൽ യുദ്ധം ചെയ്ത് പറയാമോ? പകൽ യുദ്ധം ചെയ്ത് പേടിപ്പിക്കാനായിട്ടാണ്. സാധാരണ എല്ലാ പ്രാവശ്യം രാത്രിയിലേ ചെയ്യുള്ളൂ, ഇത് പകലായിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ അറിഞ്ഞിരുന്നോ?
അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ കാലാൾപ്പട അല്ലെ ആർമി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഇതുവരെ ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്നത് അമേരിക്ക തകർക്കും, ഇറാനെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ അതിനുള്ള ആയുധശക്തി നമുക്കില്ലെങ്കിൽ ഇവർ മേടിച്ച് കൂട്ടും. ഇപ്പോൾ ഇറാഖിൻ്റെ സ്ഥിതി എന്നതാണ് ആലോചിച്ച് നോക്കി. ഖട്ടറല്ലേ, ബിൻ ലാദൻ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ടവർ പൊട്ടിച്ച് ഇനി മൊത്തം വൈറ്റ് ഹൗസ് തന്നെ തകർക്കാൻ, വൈറ്റ് ഹൗസ് ബോംബിടാൻ നോക്കുകയാണ്, വൈറ്റ് ഹൗസ് തന്നെ തകർക്കാൻ പോകുന്ന പ്രസംഗിച്ചാണെന്നല്ലേ അത്. ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ നമ്മൾ എത്ര അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയുടെ മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഈസ് ഫാർ സുപ്പീരിയർ. നമ്മളെല്ലാം കൂടെ കൂടിയാലും അതിനൊക്കെ കൂടുതലാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് ഇസ്രായേലും ഇന്ത്യയും ചേർന്നാൽ, ഇസ്രായേലും ഇന്ത്യയും കൂടെ ചേരണമെങ്കിൽ ഇസ്രായേലിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് പ്ലസ് ഇന്ത്യൻ മാൻ പവർ ട്രംപിൻ്റെ ഒപ്പം നിൽക്കും, അല്ല അതിനൊക്കെ കൂടുതൽ നിൽക്കും. കാരണം ട്രംപിൻ്റെ രണ്ടും കൂടി ചേർന്നാൽ അമേരിക്ക നിലനിർത്താൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ഒന്നുകൂടെ മറക്കരുത്, ട്രംപിൻ്റെ ഈ എക്സ്പെർട്ടൈസ് എന്ന് പറയാൻ ജൂത ബ്രെയിനാണ്, ജൂതന്മാരുടെ തലച്ചോറ് അവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ട്രംപ് ഉപയോഗിക്കുന്ന ഇതേ തലച്ചോറാണ്. ആ തലച്ചോറുള്ളവർ അപ്പുറം നിർത്തിക്കൊണ്ട് ഇസ്രായേലും വേണ്ടി ചിലപ്പോൾ അവരെയും കൂടെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. ആ ജൂതന്മാരോട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്ക വിൽ ബി എ ബിഗ് സീറോ. അമേരിക്കയിൽ ഇന്നുള്ള ജൂതന്മാരുടെ കഴിവ് കൊടുക്കുന്ന അവരുടെ കഴിവ് കൊടുക്കുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ, അവർ പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇസ്രായേൽ കുറച്ചുകൂടെ വലിയ രാജ്യമാവും. ഈ മുഴുവൻ ജൂതന്മാരെ കൊണ്ടുവരാൻ പറ്റുന്ന അമേരിക്കയുടെ സ്ഥാനത്തേക്ക് ആര് വരും? ഇസ്രായേൽ വരും. പണ്ട് ജപ്പാൻ വന്നതാണ്, ഇതേ രീതിയിൽ ജപ്പാൻ വന്നതാണ്. അന്ന് പത്രങ്ങളെല്ലാം എഴുതി നൗ ജപ്പാൻ ഈസ് സേഡ് നോട്ട് ദ ഡോളർ റൂൾസ് ദ വേൾഡ്. അതിൻ്റെ അർത്ഥം തന്നെ ഒരു പർട്ടിക്കുലർ പേരിൽ ജപ്പാൻ ഭയങ്കരമായിട്ട് വളർന്നായിരുന്നു. പിന്നെ ജപ്പാനെ തകർത്തു, അത് വേറെ കാര്യം. ട്രേഡ് വാറൊക്കെ തകർത്തു ജപ്പാൻ. എനിക്കിപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇഷ്ടം, ഇത്തരം യുദ്ധങ്ങളെക്കാൾ നല്ലത് ട്രേഡ് വാർ പറഞ്ഞിട്ടില്ലേ, അത് ആരും ചാകുന്നില്ലല്ലോ, മരിക്കുന്നില്ലല്ലോ. മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഏത് യുദ്ധവും, എന്ത് നേടാനായിട്ട് നടത്തുന്ന യുദ്ധമാണെങ്കിൽ പോലും, ഏത് മതത്തിൻ്റെ ആചാരപ്രകാരമാണെങ്കിലും മറ്റൊരു നിരപരാധിയെ കൊല്ലാൻ, അപരാധിനെ വിളിക്കാനുള്ള അവകാശം അതൊക്കെ നീതിന്യായ വ്യവസ്ഥയ്ക്കേ ഉള്ളൂ, മതത്തിനില്ല. അതിന് ശ്രമിക്കുന്ന ആ മതങ്ങളാണ്, അല്ലെ അത്തരം മതത്തിൻ്റെ സങ്കല്പത്തിൽ ആ ചട്ടക്കൂടിൽ ഉണ്ടാക്കി വരുന്ന, ഫ്രെയിം ചെയ്യുന്ന ലോകത്തെ രാജ്യങ്ങളും ഭരണകൂടങ്ങളുമാണ് ഈ ആക്രമണം, കൊലപാതകം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ 114 റാഫേൽ വിമാനം മേടിച്ചു, കോടാനുകൂടി കൊടുത്താൽ മേടിച്ചു. അതിൽ എത്രയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഒരു 10 വർഷം കഴിഞ്ഞാൽ അവൻ്റെ കാലാവധി കഴിയും. 10 വർഷത്തിനുള്ളിൽ എത്ര എണ്ണം ഉപയോഗിക്കാൻ പറ്റും? ആർക്കെതിരെ ഉപയോഗിക്കും? ഇതിങ്ങനെ ആയുധം മേടിച്ച് കൂട്ടുക, അത് ആർക്കാ ലാഭം? അതിൻ്റെ മറ്റൊരു ആയുധം ഉണ്ടാക്കുന്നവർക്ക് ലാഭമുണ്ട്, എല്ലാവർക്കും ആർക്കല്ല. ഇത് ഇപ്പോൾ ഉള്ള ലോകത്തുള്ള ആയുധങ്ങളുള്ള 1% പോലും ഉപയോഗിക്കാൻ പറ്റും. അതിന് അത്രയ്ക്ക് ഭൂമി കാണില്ല, ഉപയോഗിച്ചാൽ തന്നെ. എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതാണ് ഗാന്ധി ചോദിക്കുന്നത്. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ, മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഭാവി എന്താണ്? അതിൽ ഇപ്പം നമ്മളിവിടെ ഹിന്ദു മതത്തിലൊക്കെ നടന്ന പോലെ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലൊക്കെ നടന്ന പോലെ നവോത്ഥാനം ഉണ്ടാവും ഉറപ്പായിട്ടും. ഡെമോക്രാറ്റിക് ആകാതെ നിലനിൽപ്പില്ല. സൗദിയൊക്കെ ആയിക്കൊണ്ടിരിക്കും, കുറേശ്ശൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. UAE ആയി ഇല്ലേ, UAE ദുബായ് ആയി, ഇലക്ഷനും പാർലമെൻറ്റും ഒക്കെ അവിടെ ആയിക്കഴിഞ്ഞു. ഇത് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ലെന്നേ. ചുറ്റുവട്ടത്തെ മുഴുവൻ പിള്ളേരും 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞ് കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ എഴുത്ത് തന്നെ ഹരിശ്രീ ഗണപതായി നമ എന്ന് പറഞ്ഞ് എഴുതുന്ന ആശാനെ വിളിച്ചുകൊണ്ടിരുന്ന നമുക്ക് കാര്യമുണ്ടോ? അറിവ് അങ്ങ് വളർന്ന് പോവുക. എവിടെ നമ്മൾ എഴുത്തുമെന്ന് അറിയത്തില്ല. ആ അറിവിനൊപ്പം മുഴുവൻ ഒപ്പം പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും ഒരു 10-15 അടിയെങ്കിൽ നമുക്ക് ഒപ്പം നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും, നമ്മൾ പ്രാകൃതരാകും, നമ്മൾ ഗോത്രവർഗത്തിന് സമാനമാകും. ഇവിടെ ഇപ്പം ഞാൻ സന്തോഷത്തോടെ കാണുന്നത്, ഇപ്പോഴത്തെ ഈ തെമ്മാടി രാഷ്ട്രങ്ങളാണെങ്കിൽ പോലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഇത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കപ്പെടും, ഉറപ്പ്. രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം ഈ രാജ്യങ്ങളുണ്ടാവും. അവിടെ മുസ്ലിം പോപ്പുലേഷൻ ആയിരിക്കും, ഷിയകൾ കാണും, സുന്നികൾ കാണും. പക്ഷേ അതിൻ്റെ പേര് തമ്മിൽ തല്ലുന്നായിരിക്കില്ല. നമ്മുടെ ഇന്ത്യ പോലെ തന്നെ എല്ലാം വൈവിധ്യമുള്ളൊരു സെക്കുലർ പശ്ചിമേഷ്യ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുൻകൈ എടുക്കുക, അതാണ് അമേരിക്കയുടെ ടാർഗറ്റ്. അമേരിക്കയുടെ ടാർഗറ്റ് പറഞ്ഞില്ലേ, ഒരു ടാർഗറ്റ് അവർ 2500 ടാർഗറ്റ് വരെ ബോംബ് ചെയ്യും. ഒരു ടാർഗറ്റ് ഇപ്പം അച്ചീവ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഇല്ലാതാക്കുന്നുള്ള ആരുടെ പിന്നെ വീണ്ടും ഭീമൻ ഹനുമാൻ്റെ വാൽ ഓടിക്കാൻ നോക്കിയാൽ പക്ഷെ ഇത് വാൽ ഓടിക്കുക തന്നെ ചെയ്തു. ഖൊമേനി ഇങ്ങനെ വിലങ്ങനെ കിടക്കുമായിരുന്നു, പക്ഷേ ഖൊമേനിക്ക് കുരങ്ങൻ്റെ ശക്തി ഇല്ലായിരുന്നു, ഭീമസേനൻ്റെ വായുഭവാൻ്റെ ശക്തി ഇല്ലായിരുന്നു. ഒടിഞ്ഞു പോയത് ഖൊമേനിയുടെ വാല് തന്നെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
ഖൊമൈനി വിചാരിച്ചപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ ചുറ്റും വരും, എന്നെ രക്ഷിക്കാനായിട്ട് വരും, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ വരും, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വരും, ഗൾഫ് രാജ്യങ്ങൾ വരും എന്ന് വിചാരിക്കുന്ന ഖൊമൈനിയെ ഇതിലിപ്പോ ഏറ്റവും വൻ ചതി ചെയ്തിരിക്കുന്നത് പകൽ വന്ന് ഉല്ലുല്ലു. അല്ല, ചതി ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ഇറാനോട് ഏറ്റവും വലിയ ചതി അത് ചെയ്തിരിക്കുന്നത് ചൈന മാത്രം ചൈനയാണ്. അല്ലല്ല, ചൈന കാരണം എന്തുകൊണ്ടാണെന്ന് അല്ല, വെച്ചാല് ചൈന മാത്രമല്ല ചതിച്ചിരിക്കുന്നത്. താങ്കൾ തർക്കിക്കേണ്ട, എന്ത് പറഞ്ഞാലും ചൈന മാത്രമല്ല ചതിച്ചിരിക്കുന്നത്. ഇവിടുത്തെ CPM പോലുള്ള കക്ഷികൾ സ്പിരിറ്റ് കയറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്വരാജിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടാൽ നാളെ പോയി ഇവിടുത്തെ ഇസ്ലാം പോയി അമേരിക്കക്കാരനെ കാണുന്ന വഴി വെച്ച് അടിക്കാൻ തുടങ്ങും. ആ ബീച്ച് വല്ലതും മൂത്രം ഒഴിക്കാൻ പോലെ ഇപ്പോൾ സായിപ്പിനെ കണ്ടവന്മാർ പോയി അടിക്കും. കാരണം സ്വരാജിൻ്റെ ഒക്കെ പ്രസംഗം അത്ര ടീം പിടിപ്പിക്കുന്ന, നമുക്ക് തീർക്കാം അമേരിക്ക തീർക്കാം അങ്ങനെ പറയുന്നത്. അല്ല, ചൈന ചതിച്ചു എന്ന് പറയാൻ കാരണം അവർ കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ അത് പലതും ഉപയോഗശൂന്യമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല. അതെങ്ങനെ മേടിച്ചെന്നറിയോ? ചൈനയ്ക്ക് എണ്ണ കൊടുത്തു, വളരെ കൺസെഷൻ റേറ്റിൽ പാവങ്ങൾ ഉണ്ടാക്കിയ എണ്ണ കൊടുത്തിട്ട് ആ എണ്ണയ്ക്ക് പകരമാണ് അവിടെ പെട്ടിക്കിടന്ന പഴയ തോക്കും തുരുമ്പിച്ച് തോക്കും ഒക്കെ, ചില തോക്കിൻ്റെ ഒക്കെ ഇങ്ങോട്ടും തിരിച്ചു വരുമെന്നാണ് വന്ന് അത്തരം ആയുധങ്ങളാണ് കൊടുത്തത്. ചൈനയുടെ ആയുധങ്ങൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ റഷ്യയുടെ നമ്മൾ കൊണ്ടുനടക്കുന്നതാണ് ബിഗ് വിമാനം, എത്ര എണ്ണം തകർന്ന് താഴെ വീഴുന്നുണ്ടെന്ന് അറിയാമോ? എല്ലാ ദിവസവും കാണാറുണ്ട്. ഇന്നലെ സുഖോയ് എന്ന് പറഞ്ഞാൽ വേണ്ടിട്ടുണ്ട്, നമ്മുടെ മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രഹ്മോസൊക്കെ കൊണ്ടു നടക്കണം. അതിലാണ് അതിന് മറ്റ് തയ്യാറാറുണ്ടാകും. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ലെവലിൽ പഴകിയില്ലേ, തുരുമ്പിടിക്കുകയില്ലേ, കാലാവസ്ഥയുടെ ടീറാൻ വേറെ വഴിയല്ലോ. അങ്ങനെ ഇപ്പം നമ്മുടെ ആയുധങ്ങൾ ഞാൻ കഴിഞ്ഞ ചോദിച്ചില്ലേ, ഈ റാഫേൽ വിമാനത്തെ ആയുധം ഒന്ന് ഉപയോഗിച്ച് തീരണ എത്ര വർഷം എടുക്കും? എൻ്റെയോ നിങ്ങളുടെയോ ആയുസ് കാലത്ത് തീയരുത്, പിന്നെ മിച്ചം കിടക്കും, പിന്നെ മേടിച്ച് കൂട്ടുക. അതാണ് ഈ ആയുധ മത്സരത്തിൻ്റെ കെണി. ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുക. പുലി ചക്രം ചവിട്ടാൻ കഴിയൂല, തീരെ ചക്രം പിന്നെ ചവിട്ടും. നമ്മളിവിടെ 2 തോക്ക് മേടിക്കുമ്പോൾ ചൈന 3 തോക്ക് മേടിച്ചായിട്ട് പറയും. പിറ്റേ പ്രാവശ്യം നമ്മൾ 5 മേടിക്കും. എവിടെ തീരും? എന്തായാലും ജനാധിപത്യം ഇല്ലാത്ത ഇടങ്ങളിൽ ജനാധിപത്യത്തിന്റെ വെളിച്ചം വീശുക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ നമ്മൾ സ്വാഗതം ചെയ്യും. അല്ല, അതില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് അതാത് രാജ്യങ്ങളും അവിടെയുള്ള മനുഷ്യരും തിരിച്ചറിയും. പിന്നെ അമേരിക്കയ്ക്ക് ഞാനൊരു പ്ലസ് മാർക്ക് കൊടുക്കുന്ന ഒറ്റ കാര്യമുണ്ട്. അമേരിക്ക യുദ്ധം ചെയ്ത് കീഴടക്കിയ രാജ്യങ്ങൾ ഒത്തിരിയുണ്ട്, സെക്കൻഡ് വേൾഡ് വാർ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ആ രാജ്യങ്ങളെ ഒന്നും കോളനിയാക്കാൻ, ഇപ്പോൾ ഫിലിപ്പൈൻസൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം, കോളനിയാക്കി അവിടെ ഭരിക്കാൻ ബ്രിട്ടൻ്റെ കൂട്ടോ ഫ്രാൻസിൻ്റെ കൂട്ടോ ഒന്നും അമേരിക്ക നോക്കിയിട്ടില്ല. റഷ്യ ഈസ്റ്റ് യൂറോപ്പ് മുഴുവൻ കോളനിയാക്കി, ഈസ്റ്റ് യൂറോപ്പ് മുഴുവൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അമേരിക്കൻ ജനതയ്ക്ക് ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തെ നമ്മൾ ബഹുമാനിക്കണം. അല്ല, നമ്മളെ കടക്ക് പിരിക്കാൻ പറ്റുമായിരുന്നു അമേരിക്കയിൽ. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ എത്ര രാജ്യം? ക്രിസ്ത്യാനിറ്റി അല്ലേ അതിൻ്റെ മഹത്വം? ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ ഭാഗമാണ് പ്രശ്നം, പ്രദേശമാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, സ്ത്രീകളുടെ പേര് നിങ്ങൾക്ക് പറയാൻ ഇവിടെ പറ്റും, പാകിസ്ഥാനിൽ പറ്റും, ബംഗ്ലാദേശിൽ പറ്റും, അങ്ങോട്ട് മാറി ഈജിപ്തിലോ സിറിയയിലോ എന്ന് പറയാൻ പറ്റുമോ? അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും ചുറ്റുപാടും. അതാണ് സംസ്കാരം. ആ സംസ്കാരമാണ് സമാധാനം തരേണ്ടത്. ഇത് കലാപത്തിൻ്റെ സംസ്കാരം, കാഫിറ, മറ്റവരൊക്കെ കാഫിറ, ഞാൻ മാത്രമേ ശരിയുള്ളൂ, കൊന്നേക്കാൻ പറഞ്ഞ് കൊച്ചിലെ തൊട്ട് LKG പഠിക്കുന്ന പിള്ളേരെ വരെ ചെവിയിൽ ഊതി കൊടുത്ത് വിടുന്നവരെ എങ്ങനെ സമാധാനം കൊണ്ടുവരും?